നല്ല മൂവിയാ ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാ. എല്ലാവരും കാണണം എന്തായാലും തീർച്ചയായിട്ടും. നല്ല പടം. അടിപൊളിയാണ്. നല്ല പടം. നല്ല സിനിമ, നല്ല ട്രീറ്റ് ആണ്. മ്യൂസിക്കലി ഒക്കെ വളരെ നല്ല ഫ്ലോ ഉള്ള പടമാണ്. ഭയങ്കര സമാധാനമുള്ള സിനിമ. എല്ലാവരും കാണും. താങ്ക് യു. നല്ല സിനിമയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? എല്ലാവരും കാണാൻ പറയൂ എല്ലാവരോടും. താങ്ക് യു. എന്തോ പ്രേക്ഷകരോട് നമുക്ക് എപ്പോഴും വയലൻസ് പോരല്ലോ, ഇടയ്ക്ക് കുറച്ച് സ്നേഹം കാണും. എല്ലാവരും കാണണം. സൈ ചേട്ടൻ്റെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മ്യൂസിക്, പിന്നെ ടീമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് മീൻ ഡയറക്ടറും കാര്യങ്ങളും എന്നുള്ളതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. എല്ലാവർക്കും ഭയങ്കര സിനിമ വർക്കായി എന്നുള്ളത്. ഇന്നിപ്പോൾ തിയേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് വർക്കായിട്ടുണ്ട്. സൈ ചേട്ടൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് നമ്മളെ കണ്ണു നിറയിക്കുന്നുണ്ട്. ഫസ്റ്റ് ടു ലാസ്റ്റ് അഭിലാഷ് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ലുക്ക് ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പുതിയതാണ്, ഫ്രഷാണ്. അത് എല്ലാവർക്കും അതുപോലെ തന്നെ കണക്റ്റ് ആവും എന്നുള്ള വിശ്വാസത്തിലാണ്. എല്ലാവരും തിയേറ്ററിലേക്ക് വരും, അഭിലാഷും തിയേറ്ററിൽ തന്നെ കാണും. ഈ പെരുന്നാൾ അഭിലാഷിൻ്റെ ഒപ്പം ആഘോഷിക്കാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം. എല്ലാവരും എങ്ങനെ സ്വീകരിക്കുന്ന അറിയാൻ വെയിറ്റിംഗ് ആണ്. ഒരു ഓൾഡ് ജനറേഷനിലുള്ള നമ്മൾ ഒരു എൻഡിങ്, അതിൻ്റെ ക്ലൈമാക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ പ്രണയം പറയാതെ പോകുന്ന പലരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ശരിക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും സിനിമ. പിന്നെ പാട്ട്, അതിൻ്റെ മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഓരോ സീൻസിലും മ്യൂസിക് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രക്ഷയില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പക്ഷെ ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഫ്രെയിമിലും കാണാനൊരു അത്രയും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ സിനിമയിലായാലും. പിന്നെ അതുപോലെ ആ ക്യാരക്ടർ, ശരിക്കും ക്ലൈമാക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു എൻഡിങ് ആണ് ഏറ്റവും നന്നായിട്ടുള്ളത്. അത് ശരിക്കും തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കാണണം എന്നാണ് എനിക്ക് പറയുന്നത്. എല്ലാവരും കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് അത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രണയം മാത്രമല്ല, പഴയ കാലത്തെ പ്രണയവും അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല സിനിമ. പാട്ട് ഓൾറെഡി ഹിറ്റായ പാട്ടാണ്, അത് ഒന്നും കൂടെ അടിപൊളി. അതിനകത്ത് കൂടെ കാണുമ്പം ത്രൂ ഔട്ട് ആ ഒരു ട്യൂൺ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല സിനിമ. കണ്ടിറങ്ങിയപ്പോൾ പ്രേമിച്ച എല്ലാവർക്കും മിക്കവാറും കണക്റ്റ് ആവും. പ്രണയം പറയാതെ പോയവർക്കൊക്കെ ഭയങ്കര രസമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നൊരു പടമാണ്. നിങ്ങളൊക്കെ കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എല്ലാവരോടും കാണാൻ പറയുക. സന്തോഷം. താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. ചെറിയ പടമാണെങ്കിലും ഒരുപാട് സന്തോഷം തരുന്ന പടം. ഗംഭീര പടം. സെക്കൻഡ് ഹാഫ് പൊളിയാണ് പടം. നല്ല ഫിലിമാണ്. വ്യത്യസ്തമായ രീതിയിലൊരു പ്രണയം പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. നല്ല പടമാണ്. നല്ല ഫീലുള്ള, ഭയങ്കര ഞാൻ ഈ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് സൈജു വരുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. പക്ഷേ ഗംഭീരമായിട്ട് ഭയങ്കര പെർഫോമൻസ് ആണ്. നല്ല സിനിമയാണ്. ഭയങ്കര കോണ്ടന്റ് വൈസ് ഭയങ്കര രസമുള്ള സിനിമയാണ്. നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജിയും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ക്ലൈമാക്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുമെന്നാണ് എനിക്കറിയാം. എനിക്കൊന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ആയിരിക്കും സൈജുവിൻ്റെ കരിയറിൽ. നല്ല പെർഫോമൻസും ഭയങ്കര സേർഡിലാണ്. പക്ഷേ ഇമോഷൻസൊക്കെ സൈജു ആക്ട് ചെയ്തേക്കുന്ന ഗംഭീരമായിട്ടാണ് കേട്ടോ. ഞാൻ സൈജുനെ നിർത്തിക്കൊണ്ട് പറയുന്നില്ല, പക്ഷേ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു.